ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജ് ബെർണഡ് ഷേയുടെ പിഗ്മാലിയൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. പ്ലേയിലേക്ക് കടക്കുമ്പോൾ ജോർജ് ബെർണഡ് ഷോ വളരെ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, ബ്രിട്ടീഷ് റൈറ്ററാണ്, യൂറോപ്യൻ റൈറ്ററാണ്, ബ്രിട്ടീഷ് റൈറ്ററാണ്. നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഒരു ഡ്രമാറ്റിസ്റ്റ് എന്ന രീതിയിൽ, അതുപോലെ തന്നെ സോഷ്യൽ കമന്റേറ്റർ എന്ന രീതിയിലൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കോട്ടുകളൊക്കെ നമ്മൾ പലയിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഹി വാസ് എ വെരി ഫേമസ്, വെരി പ്രൊളിഫിക് ഒറേറ്റർ. അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ കളക്റ്റഡ് ആയിട്ടുള്ള ഫോമിൽ കമ്പൈൽ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സോഷ്യൽ റിഫോമർ കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ഹി വാസ് എ സോഷ്യലിസ്റ്റ്. പൊളിറ്റിക്കലി ഒരുപാട് ഇന്റർവെൻഷൻസ്, അതായത് പൊളിറ്റിക്കൽ കമന്ററീസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ആ സമയത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ഒബ്സർവേഷൻസ് നടത്തുകയും അതിനെ ഒരുപാട് വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശരിക്കും ജോർജ് ബെർണഡ് ഷോ. ഹി വാസ് ബോൺ ഇൻ 1856 ഇൻ ഡബ്ലിൻ, അയർലൻഡിലാണ് അദ്ദേഹം ജനിച്ചത്, ഡബ്ലിനിലാണ് ജനിച്ചത്. വാസ് എ സിവിൽ സെർവന്റ് ആൻഡ് ഹിസ് മദർ വാസ് എ സിംഗർ. അദ്ദേഹം ആദ്യം ശരിക്കും എഴുതി തുടങ്ങിയത് നോവൽസ് ആണ്. പക്ഷെ നോവൽസിലുള്ള അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത് ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള നോവൽസ് ഒന്നും അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പറ്റിയിട്ടില്ല. സോ 1880 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഡ്രാമ എന്ന റൈറ്റിംഗ് സ്റ്റൈൽ, അതായത് ഡ്രാമകൾ എഴുതാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഏകദേശം 50ഓളം വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആർട്ടിക്കിൾസ്, റിവ്യൂസ്, എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പാംഫ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 1925. 1950 അദ്ദേഹം മരിക്കുന്ന 1950ലാണ്. 1925 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. മേജർ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ജോൺ ബുൾസ് അതർ ഐലൻഡ്, മേജർ ബാബ്ര, ദ ഡോക്ടേഴ്സ് ഡിലമ, ദ ആപ്പിൾ കാർട്ട്, ട്രൂ ടു ബി ഗുഡ്, ഓൺ ദ റോക്ക്, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള വർക്ക്സ്. ഞാൻ കുറച്ച് വർക്ക്സ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആൻഡ് മെമ്പർ ഓഫ് ഫാബിയൻ സൊസൈറ്റി ആയിരുന്നു. ഫാബിയൻ സൊസൈറ്റി സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്, അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ആ സമയത്തെ ഫാബിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ഫാബിയൻ സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഫാബിയൻ സോഷ്യലിസം എന്നാണ് അവരുടെ ഐഡിയോളജിക്കൽ തീസിസ് അറിയപ്പെട്ടിരുന്നത്. ഫാബിയൻ സോഷ്യലിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ 1912 to 13 ഷോ കെയിം അപ്പ് വിത്ത് മോസ്റ്റ് പോപ്പുലർ പ്ലേ. അതായത് നമ്മൾ പഠിക്കുന്ന പിഗ്മാലിയൻ എന്ന ഡ്രാമ എഴുതുന്നത് ശരിക്കും 1912ലാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് 1912 തന്നെയാണ്. സോ ഇറ്റ് വാസ് മെയ്ഡ് ഇൻ 1912. ഇറ്റ് വാസ് എ ഫിനോമിനൽ സക്സസ് അക്രോസ് ഇംഗ്ലണ്ട്, അക്രോസ് യൂറോപ്പ് ഓൾസോ. അതിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന പേരിലാണ് 1956 ഒരു ഫിൽമിക് അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. അതൊരു മ്യൂസിക്കൽ ഡ്രാമയായിരുന്നു. മ്യൂസിക്കൽ ഫിലിം ആയിരുന്നു. സോ ഇതൊക്കെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. പിന്നെ ജോർജ് ബെർണഡ് ഷോയെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലേയിലേക്ക് കടക്കുവാണെങ്കിൽ കുറച്ച് കീ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ 1912ലാണ് ഈ പ്ലേ ശരിക്കും എഴുതുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. ലണ്ടൻ ആണ് ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ സൊസൈറ്റിയെ റിഡിക്യൂൾ ചെയ്തുകൊണ്ടാണ് പ്ലേ എഴുതുന്നത്. സെറ്റ് ചെയ്തിരിക്കുന്നത് വിക്ടോറിയൻ സൊസൈറ്റിയിലാണ്. വിക്ടോറിയൻ സൊസൈറ്റിയുടെ മൊറാലിറ്റിയെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യാലിറ്റിയും ഒക്കെ, പ്രിട്ടൻഷൻസിനെ ഒക്കെ വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട്, വളരെ ഫണ്ണി ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേ ആണിത്. ഡ്രാമയാണ്, കോമഡി ഓഫ് മാനേഴ്സ് കൈൻഡ് ഓഫ് പ്ലേ ആണ്. നമുക്കറിയാം കോമഡി ഓഫ് മാനേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. ലൈക്ക് ഓസ്കർ വൈൽഡ് ഒക്കെ ഈ ഒരു കണ്ടംപററി ആയിട്ടുള്ള റൈറ്ററാണ്. ഈ ബെർണഡ് ഷോയുടെ കണ്ടംപററി ആണ് ഓസ്കർ വൈൽഡ്. അവരും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് എടുത്തിരുന്നത്, കോമഡി ഓഫ് മാനേഴ്സ്. ഓക്കെ, ലണ്ടൻ ആണ് സെറ്റിംഗ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. എലൈസ ഡൂലിറ്റിൽ, മിസ്റ്റർ ഹിഗിൻസ്, കേണൽ പിക്കറിംഗ്. ഇവരാണ് 3 മേജർ ക്യാരക്ടേഴ്സ്. മൈനർ ക്യാരക്ടേഴ്സ് നമുക്ക് അതിന്റെ സമ്മറി പറയുമ്പോൾ പറഞ്ഞു പോവാം. കഥയിലേക്ക് കടക്കുമ്പോൾ ഐ ജസ്റ്റ് റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്. It's very plain to understand actually. It's very simple to understand. There is nothing much complicated in this play. So we'll just read through the summary first. One rainy night in Covent Garden, London, a crowd of people from various social classes of all seeks shelter under the same church portico. A wealthy mother, she later being revealed to be Mrs. Ainsford Hills, waits exasperately with her daughter Clara for her son Freddie to find a taxi. Freddie enters, unable to find one, but his mother sends him back out into the rain to look again.
Under the portico, a poor girl, flower girl, Eliza Doolittle, sells a flower to a gentleman, Colonel Pickering. A bystander tells Eliza to watch out for a strange man in the back of the crowd taking notes. Eliza thinks that the man is a policeman and she is in trouble. The man, who turns out to be Henry Higgins, steps forward and guesses where everyone is from based on their manner of speech. Everyone is confused and annoyed by the Higgins the meddlesome Higgins. Eliza thinks he is a policeman trying to get her in trouble and insists that she is a good girl. Pickering asks Higgins how he can tell where everyone is from, and Higgins explains that he studies phonetics and teaches people how to speak in different accents. He says that he could teach the flower girl Eliza to speak so well in just 3 months that she could pass for a noble lady. Higgins and Pickering introduces themselves to each other, realizing that they are familiar with each other's work. Pickering is also a linguist. The rain stops and the crowd under the portico disperses. Higgins and Pickering leave to get dinner together, while Clara and her mother walk to a bus. Freddie finally finds a cab, but when he comes back, there is nobody. So this is the first scene of the play, actually. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എലൈസ ഡൂലിറ്റിൽ എന്ന് പറയുന്ന ഫ്ലവർ ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കേണൽ പിക്കറിംഗ് ഉണ്ട്, ഹിഗിൻസ്, ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഫഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ക്യാരക്ടേഴ്സിനെയും ഇതിൽ പിന്നീട് വരുന്ന ക്യാരക്ടേഴ്സ് ലൈക്ക് മിസ്സസ് എയിൻസ്ഫോർഡ് ഹിൽസ്, ക്ലാര, ഫ്രെഡി, ഇവരൊക്കെ പിന്നീട് റീഅപ്പിയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ക്രൗഡ് ഉണ്ട്. സോ ദ ഫസ്റ്റ് ഷോട്ടിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ആണ്. കമന്റ് ഗാർഡൻ എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു സ്ട്രീറ്റ് ആണ്. അവിടെ നല്ല റെയിനി ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ ഓൾ ദ ക്രൗഡ്സ് ആർ വെയിറ്റിംഗ് ആക്ച്വലി. Actually, they are all standing there seeking a shelter from the rain, and it rains. ഒരു ചർച്ച് പോർട്ടിക്കോയിലാണ് അവർ കയറി നിൽക്കുന്നത്. അപ്പൊ അവിടെ ഉള്ളതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് ഒരു വെൽത്തി മദർ, അത് എയിൻസ്ഫോൾഡ് ഹിൽസ് ആണ്. അവരുണ്ട്, അവരുടെ ഡോട്ടർ ഉണ്ട് ക്ലാര, അവരുടെ മകനുണ്ട് ഫ്രെഡി. സോ മകൻ ടാക്സി വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവര് മകനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. മകന് പക്ഷേ ടാക്സി കണ്ടെത്താൻ പറ്റുന്നില്ല, കാരണം ഇറ്റ്സ് വെരി ക്രൗഡഡ് ആൻഡ് ഇറ്റ്സ് വെരി ബിസി ടൈം. ആ സമയത്താണ് എലൈസ അവിടെ നിന്ന് ഷീസ് എ ഫ്ലവർ ഗേൾ, ഷീ സെൽസ് ഫ്ലവേഴ്സ് ടു പീപ്പിൾ, ആൻഡ് എലൈസ ഈ ഒരു സമയത്ത് കേണൽ പിക്കറിങ്ങിന് ഫ്ലവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എലൈസയോട് അടുത്ത് നിൽക്കുന്ന ആള് പറയും, സി ദർ ഈസ് എ സ്ട്രേഞ്ച് മാൻ ടേക്കിംഗ് നോട്ട്സ് ലുക്കിംഗ് അറ്റ് യു എന്ന് പറയും. അപ്പൊ എലൈസ പെട്ടെന്ന് വിചാരിക്കുന്നത് ഒരു പോലീസ്മാൻ ആണ്. കാരണം യൂഷ്വലി പെട്രോളിങ്ങിന് വരുന്ന പോലീസ്മാൻ ഇതുപോലെ ഹോക്കേഴ്സ്, അതായത് ഫ്ലവർ ഒക്കെ വഴി സൈഡിൽ നിന്ന് വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാർ, അവരെ എപ്പോഴും ട്രബിൾ ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും പെട്രോളിങ്ങിന് വരുന്ന പോലീസ്മാൻ. സോ അതുകൊണ്ട് തന്നെ എലൈസ വിചാരിച്ചു ദിസ് മൈറ്റ് ബി എ പോലീസ്മാൻ. സോ അതുകൊണ്ട് തന്നെ എലൈസ പറഞ്ഞു ഐ എം എ ഗുഡ് ഗേൾ, ഐ എം നോട്ട് എ ബാഡ് ഗേൾ. അപ്പോ ഹിഗിൻസ് അപ്പോഴാണ് അപ്പിയർ ചെയ്യുന്നത്. ഹിഗിൻസ് വന്നിട്ട് പറയാണ്, സി ഐ എം നോട്ട് എ പോലീസ്മാൻ ഹു ടേൺസ് ഔട്ട് ടു ബി ഹിഗിൻസ് സ്റ്റെപ്സ് ഫോർവേഡ് ആൻഡ് ഗസസ് വെയർ എവ്രിവൺ. പറയണ എനിക്കൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്, അതായത് നിങ്ങൾ ഏത് ഭാഷയിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റും എന്ന് ഹിഗിൻസ് അവിടെ നിന്ന് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. പക്ഷെ എലൈസ സ്റ്റിൽ തിങ്സ് ദാറ്റ് ഹി ഈസ് എ പോലീസ്മാൻ ഹു ഈസ് ഇൻ എ കവർ. പക്ഷേ ആൻഡ് ഷീ ഈസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ. അപ്പൊ പിക്കറിങ് ആക്ച്വലി ആസ്ക് ഹിഗിൻസ്, കേണൽ പിക്കറിങ് അപ്പോഴാണ് കോൺവെർസേഷനിലേക്ക് എത്തുന്നത്. അദ്ദേഹം ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുക, ഒരാളുടെ ആക്സെന്റ് നോക്കിയിട്ട് എവിടെ നിന്നാണ് അയാൾ വരുന്നത്? അപ്പോഴാണ് ഹിഗിൻസ് പറയുന്നത്, ഞാനൊരു ലിംഗ്വിസ്റ്റ് ആണ്. സോ ഐ ഡു ടീച്ച് പീപ്പിൾ ഫോണറ്റിക്സ്, സോ ഐ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഫ്രം വെയർ യു ആർ കമ്മിങ് ബൈ റീഡിങ് യുവർ ലാംഗ്വേജ് ഓർ യുവർ സ്ലാങ് or your accent. അപ്പോ ആ ഒരു കോൺവെർസേഷൻ ആക്ച്വലി ഇറ്റ് റീച്ചസ് ഇൻ ടു എ ബെറ്റ് വേർ കേണൽ പിക്കറിങ് പറയുവാണ്, ചലഞ്ച് ചെയ്യുവാണ് ഹിഗിൻസിനെ. അതായത് ഹി സെസ് ദാറ്റ് ഹി കുഡ് ടീച്ച്, ഹിഗിൻസ് തന്നെ പറയുവാണ് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, ടാലന്റിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പറയാണ്, ബ്രാഗ് ചെയ്തുകൊണ്ട് പറയാണ്, ഈ ഫ്ലവർ ഗേളിനെ വേണമെങ്കിൽ 3 മാസം കൊണ്ട് എനിക്കൊരു നന്നായിട്ട് ലാംഗ്വേജ് പഠിപ്പിച്ച് ഒരു നോബൽ ലേഡി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും ഹിഗിൻസിന്റെ പ്രൊഫഷനെ കുറിച്ച് പിക്കറിംഗ് ചോദിക്കുന്നതും കറക്റ്റ് ആയിട്ട്. അപ്പൊ പിക്കറിംഗിന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും, ബിക്കോസ് ദേ നോ ഈച്ച് അതർ. പിക്കറിംഗ് ഓൾസോ ഈസ് എ ലിംഗ്വിസ്റ്റ്. അപ്പൊ അതിനുശേഷം മഴ തീരുന്നു, എല്ലാവരും ഡിസ്പോസ്ഡ് ആവുന്നു. ഹിഗിൻസും പിക്കറിംഗൂടെ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ദേ ഗോ ഫോർ എ ഡിന്നർ ടുഗെദർ. ആൻഡ് ക്ലാരയും അമ്മയും മിസ്സിസ് ഐൻസ്ഫീൽഡ് ഹിൽസും അവര് ബസ് കയറി പോകുന്നു. ഫ്രെഡി തിരിച്ചു വരുമ്പോൾ he finds nobody. He comes back with a cab, but he finds nobody.
Okay, the next morning in Higgins' laboratory at his home, Higgins is showing all his scientific instruments and tools for recording and studying speech to Pickering. Eliza arrives and offers to pay Higgins for speaking lessons so that he can learn to talk more genteel and get a better job. Higgins does not think that she can afford to pay him and scoff brutally at her. Pickering steps in and bets Higgins that he can't teach Eliza to speak so well that she passes as a healthy lady at an ambassador's garden party in 6 months. He offers to pay for her lessons. Higgins likes the idea and tells his housekeeper, Mrs. Pierce, to wash Eliza and dress her in new clothes, though Eliza protests. Eliza refuses to participate in the bet, and Mrs. Pierce tells Higgins not to walk over Eliza. Higgins neglects Eliza's feelings, orders her to live with him for 6 months and take speaking lessons. Mrs. Pierce takes Eliza away to talk to her in private. Meanwhile, Eliza's father, Alfred Doolittle, comes to Higgins' house. He says that he hasn't seen his daughter in months, but learned of her whereabouts from the taxi driver who brought her to the house. He asks Higgins for £5 in return for Eliza to stay with him. Higgins and Pickering are scandalized by Mr. Doolittle's willingness to sell his daughter, but Higgins eventually agrees to give him money. As Mr. Doolittle leaves, he runs into Eliza, who has washed and changed into new clothes. Mr. Doolittle calls her Miss before recognizing her, getting into a fight with her and leaving. Mrs. Pierce enters and tells Eliza that she has more clothes for her to try on. Eliza leaves eagerly, having seemingly accepted the offer to stay with Higgins. So രണ്ടാമത്തെ സീനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത ദിവസമാണ് അടുത്ത ഷോട്ട് അടുത്ത സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം മോർണിംഗിൽ ഹിഗിൻസും പിക്കറിങ്ങും കൂടെ ഹിഗിൻസിന്റെ ലബോറട്ടറിയിൽ ആണ്. ഹിഗിൻസ് അദ്ദേഹത്തിന്റെ പുതിയ ഇൻസ്ട്രുമെന്റ്സും അദ്ദേഹത്തിന്റെ എക്സ്പോഷറൊക്കെ കാണിച്ചു കൊടുക്കുവാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ആർക്കാണ്, പിക്കറിങ്ങിന്. സോ അപ്പോഴാണ് എലൈസ വരുന്നത്. എലൈസ വരുന്നത് ഒരു ഡിമാൻഡുമായിട്ടാണ്. എലൈസ പറയുന്നു എലൈസ വാസ് ലൈക്ക് thoughtful about yesterday's conversation. So എലൈസ പിക്കറിങ്ങിനോട് കാശ് ഓഫർ ചെയ്തിട്ട് പറയാണ്, യു ടീച്ച് മീ ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് എ ബെറ്റർ ജോബ്. ടോക്ക് മോർ ജെന്റ്ലി. നന്നായിട്ട് എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്കൊരു ബെറ്റർ ജോബ് കിട്ടും. സോ ഐ ആം റെഡി ടു ടേക്ക് യുവർ കോഴ്സ്, ഐ വിൽ പേ ഫോർ യു. പക്ഷേ ഹിഗിൻസ് പറയാണ്, യു കനോട്ട് അഫോർഡ് ദിസ് പേയ്മെന്റ് ബിക്കോസ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആയിരിക്കും. സോ യു കനോട്ട് അഫോർഡ്. ആൻഡ് അവളെ വളരെ റഫായിട്ട് ശകാരിച്ച് അവളെ പറഞ്ഞു വിടുകയാണ്. അപ്പം പിക്കറിങ് ഇത് കേട്ട് നിൽക്കുന്ന പിക്കറിങ്ങിന് പെട്ടെന്ന് ഒരു ആശയം ഉണ്ടാവുകയും അദ്ദേഹം പറയാണ്, ഞാനൊരു ബെറ്റ് വെക്കാൻ തയ്യാറാണ്. നിങ്ങൾ 6 മാസത്തിനകം എലൈസയെ ഒരു ലേഡിയായിട്ട്, ഒരു വെൽത്തി ലേഡിയായിട്ട് പ്രസന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫോണറ്റിക് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ 6 മാസത്തിന് ശേഷം വരുന്ന അംബാസിഡറിന്റെ ഗാർഡൻ പാർട്ടിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എലൈസയെ മാറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ബെറ്റ്. മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ബെറ്റ്. അതുപോലെ തന്നെ പിക്കറിങ് പറയാണ്, ഐ വിൽ പേ ഫോർ ഹർ ലെസൺസ് ഫോർ ദ 6 months. ഹിഗിൻസ് പെട്ടെന്ന് ഈ ഐഡിയ കേട്ടിട്ട് വളരെ അസ്റ്റൗണ്ടഡ് ആവും. അപ്പം ഹിഗിൻസ് പറയും, യെസ് ഐ ആം റെഡി ടു ടേക്ക് അപ്പ് ദിസ് ഐഡിയ. പക്ഷെ ആ സമയത്ത് ഹിഗിൻസിന്റെ ഹൗസ് കീപ്പർ ഉണ്ട്, മിസസ് പിയേഴ്സ്. അവര് അത്യാവശ്യം ആങ്ഷ്യസ് ആണ്, സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, ആങ്ഷ്യസും ആണ്. അപ്പം അവര് പറയാണ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സില്ലി തിങ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഗെയിം. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും എലൈസയെ വോക്ക് ഓവർ ചെയ്യാൻ പാടില്ല. എലൈസയുടെ ഇഷ്ടമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. സോ യു ഷുഡ് സീക്ക് ഫോർ ഹർ കൺസെന്റ് ആൻഡ് ഇറ്റ് മേ ഓൾസോ മേക്ക് സം അതർ പ്രോബ്ലംസ്. ഷീ ഈസ് കൈൻഡ് ഓഫ് പ്രെഡിക്റ്റിംഗ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ ഹിഗിൻസ് പറയാണ്, നോ, ദർ ഈസ് നോ ചേഞ്ച്, ദർ ഈസ് നോ സ്റ്റെപ്പിംഗ് ബാക്ക്. സോ യു ടേക്ക് ഹർ അപ്പ്, നല്ല ക്ലോത്ത്സ് കൊടുക്ക്, അവിടെ വാഷ് ചെയ്യ്, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയണം. ഹി ഈസ് ഇൻ ദ ബെറ്റ്, ഹി ഈസ് ഓൺ ഹിസ് ബെറ്റ് വിത്ത് പിക്കറിങ്. ആദ്യം എലൈസ സമ്മതിക്കുന്നില്ല. സോ പക്ഷെ എലൈസയുടെ ഫീലിങ്സിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഹിഗിൻസ് പറയാണ്, യു ഷുഡ് സ്റ്റേ വിത്ത് മീ ഫോർ ദ കമ്മിങ് 6 months, ഐ വിൽ ടീച്ച് യു. അപ്പോ മിസസ് പിയേഴ്സ് എലൈസനെ മേലേക്ക് കൊണ്ടുപോകുന്നു സംസാരിക്കാനായിട്ട്. ആ സമയത്താണ് എലൈസയുടെ ഫാദർ വരുന്നത്, അതായത് ആൽഫ്രഡ് ഡൂലിറ്റിൽ എന്ന് പറയുന്ന എലൈസയുടെ ഫാദർ. അവർ തമ്മിൽ ആക്ച്വലി കണക്ഷൻസ് ഒന്നുമില്ല, ദേ ആർ നോട്ട് ഇൻ ഗുഡ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ആൽഫ്രഡ് പറയുന്നുണ്ട്, കഴിഞ്ഞ 1 month ആയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോ ഒരു കാർ ഡ്രൈവർ ഹു ഹാസ് ഡ്രോപ്ഡ് ഹർ ടു ഹിയർ ഹാസ് ഗിവൺ ഇൻഫർമേഷൻ അബൌട്ട് ഹർ വെയർ അബൌട്ട്സ്. അതുകൊണ്ടാണ് ആൽഫ്രഡ് ഇവിടെ വന്നിരിക്കുന്നത്. ആൽഫ്രഡ് വന്നിരിക്കുന്നത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഡിമാൻഡുമായിട്ടാണ്. ലൈക്ക്, യു പേ മീ £5 ഫോർ ലെറ്റിംഗ് മൈ ഡോട്ടർ സ്റ്റേ വിത്ത് യു ഫോർ ദ കമ്മിങ് 6 months.
പിക്കറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, ഹിഗിനെ സംബന്ധിച്ചിടത്തോളം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വെരി ഓൾഡ് കൈൻഡ് ഓഫ് ബാർഗെയിനിങ് ഓഫർ. ദേ ഗോട്ട് ലൈക്ക് സ്കാൻഡലൈസ്ഡ്. പക്ഷേ അതിനുശേഷം ലൈക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് കൈൻഡ് ഓഫ് സെല്ലിങ് ഹിസ് ഡോട്ടർ ടു ദം. പക്ഷെ അതിനുശേഷം ദാറ്റ് മേക്ക് സെൻസിബിൾ ഫോർ ദം. ഡുലിറ്റിലിന് കാശ് കൊടുത്ത് ഡുലിറ്റിലിനെ പറഞ്ഞു വിടുന്നു. ഓൺ ദ വേയിൽ എലൈസയും ഡുലിറ്റിലും തമ്മിൽ കാണുന്നു. സോ ഈ സമയത്ത് എലൈസ ഡ്രസ്സൊക്കെ മാറി വാഷ് ഒക്കെ ചെയ്ത് വളരെ സുന്ദരിയായിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ചേഞ്ച് ഡുലിറ്റില് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ആൽഫ്രഡ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മിസ് എന്നാണ് ആദ്യം അഭിസംബോധന ചെയ്യുന്നത് എലൈസയെ കാണുമ്പോൾ. അതിനുശേഷമാണ് അത് എലൈസയാണ് തന്റെ മോളാണെന്നുള്ള കാര്യം മിസ്റ്റർ ഡുലിറ്റിലിന് മനസ്സിലാവുന്നത്. സോ അപ്പോ അവർ തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റിലേക്ക് എത്തുകയും അതിനുശേഷം രണ്ടുപേരും ഡിപ്പാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. Mrs. Spears enters and tells Eliza that she has. അതിനുശേഷം Eliza comes back to the house. ഹിഗിൻസിന്റെ ഹൗസിൽ വരുമ്പോൾ മിസ്സിസ് സ്പിയേഴ്സ് പറയുകയാണ്, എൻ്റെ ഇനിയും ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട്, സോ യു ക്യാൻ ട്രൈ വെയറിംഗ് ദം. എലൈസ ഇതെല്ലാം കാണുമ്പോൾ ഷീ ഗെറ്റ് സോ eager. I mean, she gets so amazed by this. She is totally falling for that. It is a few months later that at the home of Henry Higgins, Mrs. Higgins and Mrs. Higgins is ready to have some friends over and is annoyed when Higgins barges in. Higgins tells her about Eliza and says that he wants Eliza to sit with Mrs. Higgins and her friends and try to act like a lady. Before Higgins leaves, some of Mrs. Higgins' friends arrive. The Ainsfield Hills is one of them. Higgins at first doesn't recognize them from the portico in Covent Garden. Eliza arrives and Ainsfield Hills doesn't recognize her as a flower girl. Everyone starts to make small talk about the weather, but Eliza makes a mistake of talking about the death of her aunt and her father drinking habits. Freddie seems amused by Eliza, though Mrs. Ainsfield Hills is shocked by her conversation. After Eliza leaves, Clara tells her mother that Eliza's speech is a new fashionable form of small talk. Clara says that manners are only a matter of habit, so there are no right or wrong ones. As the Ainsfield Hills leave, Freddie says that he would like to meet Eliza again sometimes. Higgins asks his mother whether Eliza was presentable, and she says Eliza was not presentable. She tells Higgins that there is no hope for Eliza to pass as a lady. Mrs. Higgins then cautions her son about treating Eliza like a live doll, but Pickering assures that they take Eliza seriously. Higgins refers to Eliza as merely an experiment. Mrs. Higgins worries about what will happen to Eliza when the experiment is over. So things are getting more and more complicated now. I mean, in their life, its plot is very simple, but their life is getting more and more interesting now. ഹിഗിൻസിന്റെ അമ്മയുടെ വീട്ടിലാണ് അടുത്ത അടുത്ത സീൻ നടക്കുന്നത്. ഹിഗിൻസിന്റെ അമ്മ മിസ്സസ് ഹിഗിൻസ് ആക്ച്വലി ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൈൻഡ് ഓഫ് കോളിൻ ആണ്, ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഇത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് ഹിഗിൻസ് കയറി വരുന്നത്. ഹിഗിൻസ് വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര കൈൻഡ് ഓഫ് അനോയിഡ് ആണ്, കാരണം ദേ ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ്. അതുപോലെ ഹിഗിൻസ് വളരെ റഫ് ആയിട്ടുള്ള ഒരാളാണ്. ഹിസ് നോട്ട് എ സോഷ്യൽ ഗായ്, ഹിസ് നോട്ട് എ വെരി അമിക്കബിൾ ആയിട്ടുള്ള ഒരാളല്ല. സോ ഹിഗിൻസ് വരുന്ന ഒരു പ്ലാനോട് കൂടിയാണ്. അത് ഹിഗിൻസ് മിസ്സിസ് ഹിഗിൻസിനോട് പറയുന്നുണ്ട്, അതായത് അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. സോ ഐ വോണ്ട് an opportunity to present this girl Eliza before them in order to test whether she has learned the lessons. Mrs. Higgins try to act like a lady. I mean, before Higgins leaves, അപ്പൊ ഹിഗിൻസ് പോകുന്നതിന് മുമ്പ് തന്നെ, ഹിഗിൻസ് ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകാനിരിക്കുകയാണ്. അതിന് ബിഫോർ ലീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഐൻസ്ഫോർഡ് ഹിൽസ് വരികയാണ്. അതായത് മിസ്സിസ് ഹിഗിൻസിന്റെ ഒരു ഫ്രണ്ടാണ് ഐൻസ്ഫോർഡ് ഹിൽസ്. ഇവരാണ് ശരിക്കും ഫസ്റ്റ് സീനിൽ ഉണ്ടായിരുന്നത്, കവൻ ഗാർഡനിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി, വിത്ത് ഹർ ഡോട്ടർ ക്ലാര ആൻഡ് സൺ ഫ്രെഡി. സോ ഹിഗിൻസ് ആദ്യം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഐൻസ്ഫീൽഡ് ഹിൽസിന് ഒരു ഐഡിയയും ഇല്ല ആരാണ് എലൈസ എന്നുള്ളത്. എലൈസയുടെ പുതിയ ഫോം ട്രാൻസ്ഫോർമേഷനെ ആർക്കും മനസ്സിലാവുന്നില്ല, ഇറ്റ് വാസ് എ ഫ്ലവർ ഗേൾ എന്നുള്ളത്. അത് ക്ലാരയ്ക്കാവട്ടെ, അതായത് എൻഫോർഡ് ഹിൽസിന്റെ മകൾക്കോ അല്ലെങ്കിൽ മോനോ ആർക്കും മനസ്സിലാവുന്നില്ല. സോ ദേ ഓൾ ഗെറ്റ് ടുഗെദർ ആൻഡ് എലൈസ ഈസ് ഓൾസോ ഫൈൻഡ്സ് എ പ്ലേസ് ദെയർ. അവര് ആസ് യൂഷ്വൽ ദേ സ്റ്റാർട്ട് ടു മേക്ക് സ്മോൾ ടോക്സ്. കൈൻഡ് ഓഫ് ലൈക്ക് അവരുടെ ഇടയിലുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ടോക്കിംഗ് പാറ്റേൺ അവർ തുടങ്ങുകയാണ്. കൈൻഡ് ഓഫ് ഗോസിപ്പിംഗ് കൈൻഡ് ഓഫ് തിങ്. They start with weather. That is a usual custom in Europe. They initiate a conversation with weather, talking about weather. പക്ഷെ എലൈസ is totally out of this place. നമുക്കറിയാം എലൈസയ്ക്ക് അറിയത്തില്ല elite manners എന്തൊക്കെയാണെന്നുള്ളത്. So Eliza doesn't care about what should talk first and what should not be talked in this context. She is like a
like opening of herself, she starts to talk some of the foul things, like talking about her death of her aunt, അതുപോലെ തന്നെ അവളുടെ ഫാദറിന്റെ കൺസംഷൻ പ്രോബ്ലം, ഡ്രിങ്കിങ് പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ പറയുന്നു. സോ ഇതുപോലുള്ള വളരെ ഓക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആണ് അവര് സംസാരിച്ചു തുടങ്ങുന്നത്. ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ബാക്കി എല്ലാവർക്കും, പ്രത്യേകിച്ച് ഐൻസ്ഫോർഡ് ഹിൽസിനെ സംബന്ധിച്ച് സർപ്രൈസിങ് തിങ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് സച്ച് കൈൻഡ് ഓഫ് കോൺവെർസേഷൻസ് ഇൻ സച്ച് എ കോണ്ടെക്സ്റ്റ്. പക്ഷെ ഫ്രെഡിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ക്വൈറ്റ് അമ്യൂസിങ് ഫോർ ഫ്രെഡി, ആൻഡ് ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ഹർ. എലൈസ ഇതെല്ലാം കഴിഞ്ഞിട്ട് എലൈസ ഗോസ് ഫ്രം ദെയർ. അപ്പോൾ ക്ലാര പറയാണ്, അമ്മയോട് പറയാണ്, ദിസ് ഈസ് ലൈക്ക് യു ഡോണ്ട് വാണ്ട് ടു ബി സോ സ്റ്റാർട്ടിൽഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ഫ്രം എലൈസ. ക്ലാര പറയാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ന്യൂ ഫാഷനബിൾ ഫോം ഓഫ് സ്മോൾ ടോക്ക് ദാറ്റ് യു ആർ നോട്ട് ഫാമിലിയർ വിത്ത്. അതുപോലെ തന്നെ Clara says that manners and matters only a matter of habit, and so there are no rights or wrongs ones. So അത് ക്ലാരയുടെ വളരെ thoughtful ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മാനേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മാറ്റർ ഓഫ് ഹാബിറ്റ് ആണ്. നമ്മൾ ശീലിച്ചത് കൊണ്ടാണ് ഒരു മാനർ ആയിട്ട് മാറുന്നത്. അതിനകത്ത് നല്ലത് ചീത്ത എന്ന് പറയുന്നൊന്നും ഇല്ല എന്നവർ പറഞ്ഞു മനസ്സിലാക്കുവാണ്. പക്ഷേ ഫ്രെഡി is still falling, Freddie is still falling for her. Freddie wants to meet Eliza sometimes again. ഈ കോൺവെർസേഷൻ, ഈ ഡിസ്കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹിഗിൻസ് തിരിച്ചു വന്ന് അമ്മയോട് ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു എലൈസ പ്രസന്റബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ മദർ പറയും, നോ, ഷീ ഈസ് നോട്ട് പ്രസന്റബിൾ. അതുപോലെ തന്നെ മിസ്സിസ് ഹിഗിൻസ് അവരുടെ ഒരു ആങ്സൈറ്റി അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്, ലൈക്ക് യു കനോട്ട് ട്രീറ്റ് എലൈസ ലൈക്ക് എ ലൈഫ് ഡോൾ. പക്ഷെ പിക്കറിംഗ് പറയാണ്, വി ആർ വെരി സീരിയസ് അബൌട്ട് ദിസ് എക്സ്പെരിമെന്റ്, സോ വി വോണ്ട് ടു ട്രീറ്റ് ഹെർ ലൈക്ക് എ ലൈഫ് ഡോൾ. പക്ഷെ സ്റ്റിൽ മിസ്സിസ് ഹിഗിൻസിന് ഒരുപാട് വറീസ് ഉണ്ട്, ബോത്ത് അബൌട്ട് എലൈസ ആൻഡ് ഓൾസോ അബൌട്ട് ഹെർ സൺ. എങ്ങനെയായിരിക്കും ഈ എക്സ്പെരിമെന്റിന് ശേഷം എലൈസ, എന്താണ് എലൈസയ്ക്ക് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വറീഡാണ്. Several months later, Eliza Higgins and Pickering returned to Higgins' house at midnight after a long day and night. They have gone to a garden party followed by a dinner party, followed by the opera. Eliza successfully passed a wealthy lady and Higgins has won his bet. Higgins says that he was not surprised by Eliza's success and has in fact long been bored with the bagger. He thanks God that the experiment is over. Eliza is offended at how these two men are speaking about her and throws Higgins' slippers at him, calling him selfish and inconsiderate. Higgins thinks she is ungrateful. Eliza regains her composure and worries about what will happen to her now. Higgins suggests that she marries someone wealthy to ensure a comfortable life, but Eliza thinks of this as a kind of prostitution and rejects the idea. Higgins says Pickering can get her a job in a nice florist shop. Eliza asks whether her clothes belongs to her now because she doesn't want to be accused of stealing them. Higgins is offended by the question and tells Eliza that she has wounded him to the heart. സോ അടുത്ത സീൻ വരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്. ഇത് ഒരു പാർട്ടിക്ക് പോയതിനു ശേഷം അവർ തിരിച്ചു വന്ന്, ഗാർഡൻ പാർട്ടിക്ക് പോയതിനു ശേഷം അവർ തിരിച്ചു വന്നിട്ടുണ്ടാവുന്ന സംഭാഷണങ്ങളും സംഭവങ്ങളുമാണ് ഇതിൽ പറയുന്നത്. മെയിനായിട്ടും ഇതിൽ എലൈസ ഉണ്ട്, ഹിഗിൻസ് ഉണ്ട്, പിക്കറിംഗ് ഉണ്ട്. ഹിഗിൻസിന്റെ ഹൗസിലേക്കാണ് അവർ മിഡ് നൈറ്റ് തിരിച്ചു വരുന്നത് പാർട്ടിക്ക് ശേഷം. ഇറ്റ് വാസ് എ പാർട്ടി ഫോളോഡ് ബൈ എ ഡിന്നർ ആൻഡ് ഓൾസോ ഫോളോഡ് ബൈ എൻ ഓപ്പറ. സോ ഈ പാർട്ടിയിൽ എലൈസ സക്സസ്ഫുള്ളി പാസ്ഡ് ആസ് എ വെൽത്തി ലേഡി ആൻഡ് ഹിഗിൻസിന് ബെറ്റ് വിജയിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഹിഗിൻസ് പറയുന്നു, he is not surprised about Eliza's success because he is assuming that already he understood that. അതുപോലെ തന്നെ he thanks God for that experiment is over and he has also got fed up with this thing and he is like telling I'm very bored with this thing because it has been going on for around 6 months. Eliza, പക്ഷേ ഇവരുടെ ഒരു സംഭാഷണം കൈൻഡ് ഓഫ് ലൈക്ക് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് എലൈസയെ ഭയങ്കരമായിട്ട് ഒഫൻഡ് ചെയ്യുന്നുണ്ട്. എലൈസ ഭയങ്കരമായിട്ട് അത് കേട്ടിട്ട് എലൈസ ഒഫൻഡഡ് ആവുന്നു. എലൈസ ഹിഗിൻസിനെ സ്ലിപ്പർ വെച്ചിട്ട് എറിയുന്നു. കോൾ ഹിം എ സെൽഫിഷ് ആൻഡ് ഇൻകൺസിഡറേറ്റ് മാൻ എന്ന് വിളിക്കുന്നു. ഹിഗിൻസ് തിങ്സ് പക്ഷെ ഹിഗിൻസിനെ കൈൻഡ് ഓഫ് ഡസൻ അണ്ടർസ്റ്റാൻഡ്. ഹി ഈസ് നോട്ട് ദാറ്റ് ഹ്യൂമൈൻ, ഹി ഈസ് വെരി റഫ്. ഹി ഡസൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹി കോൾസ് ഹർ എലൈസ അൺഗ്രേറ്റ്ഫുൾ. എലൈസ കുറച്ചുകൂടെ ശാന്തയായതിനു ശേഷം she becomes more thoughtful, thinking that what will happen to her now after this experiment, what is her status now. അപ്പോൾ ഹിഗിൻസ് പറയാണ്, you marry someone wealthy and ensure a comfortable life by that. പക്ഷേ എലൈസയ്ക്ക് ആ ഒരു ഓപ്ഷൻ is not like a presentable option for her because she thinks that marrying someone after this will be like a kind of doing prostitution and rejects the idea. അപ്പൊ ഹിഗിൻസ് പറയണ മറ്റൊരാശയമുണ്ട്, നമുക്ക് വേണമെങ്കിൽ പിക്കറിംഗ് ക്യാൻ ഗെറ്റ് യു എ ജോബ് ആക്ച്വലി ആസ് എ നൈസ് ഫ്ലവറിസ്റ്റ്.
അങ്ങനെ ഒരു ആശയം ഹിഗിൻസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ എലൈസ ചോദിക്കുവാണ് ലൈക്ക് can I keep these clothes with me because if I'm going away with this you might call me I have stolen this. ഈ ഒരു ഐ മീൻ കൈൻഡ് ഓഫ് ലൈക്ക് പെർമിഷൻ ചോദിച്ചത് ഹിഗിൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒഫൻസീവ് ആയിട്ട് തോന്നി അദ്ദേഹം പറയാണ് ഐ മീൻ എലൈസ ഹാസ് വൂണ്ടഡ് ഹിം ടു ദ ഹാർട്ട് എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഷി ഹാസ് വൂണ്ടഡ് ഹിം ടു ദ ഹാർട്ട്. The next day, Mrs. Higgins is sitting in her drawing room when her parlor maid tells her that Higgins and Pickering are downstairs calling the police. Mrs. Higgins tells the maid to go upstairs and inform Eliza, but not to have her come down. Higgins comes into the room and tells his mother that Eliza has run away. Mrs. Higgins tells him that Eliza has the right to leave his house whenever she wishes. Pickering enters and says that he has spoken with the police about Eliza. The maid announces that a gentleman named Mr. Doolittle is at door. Higgins doesn't think that this can be Eliza's father, but it turns out to be him. Dressed as a gentleman, Mr. Doolittle is upset because Higgins has mentioned his name to a wealthy American named Ezra Venefeller, who has found moral reform societies across the world. Higgins talked to Venefeller that Mr. Doolittle was England's most original moralist, and Venefeller left Doolittle money in his will. പുതിയ കുറെ സംഭവങ്ങൾ ഈ ഒരു പാർട്ടിൽ നടക്കുന്നുണ്ട്. ഈ സീൻ നമ്മൾ കാണുന്നത് മിസ്സിസ് ഹിഗിൻസിന്റെ വീട്ടിലാണ്. മറ്റൊരു ദിവസം ഐ മീൻ ദ വെരി നെക്സ്റ്റ് ഡേ മിസ്സിസ് ഹിഗിൻസ് അവിടെ വന്നിട്ടുണ്ട്. ഒരു പാർലറിൽ ഇരിക്കുകയാണ്. അപ്പം ഷീ ഹിയേഴ്സ് ഡ്രോയിങ് റൂമിൽ ഇരിക്കുക. അപ്പം അവിടെ നിന്ന് അവർ ഹിഗിൻസും പിക്കറിങ്ങും തമ്മിലുള്ള ടോക്ക് കേൾക്കുന്നുണ്ട് ഡൗൺ സ്റ്റേഴ്സിലെ. ദേ ആർ പ്ലാനിങ് ടു കോൾ പോലീസ് എന്നുള്ള കാര്യം മിസ്സിസ് ഹിഗിൻസ് ഓവർ ഹിയർ ചെയ്യും. അപ്പൊ മിസ്സിസ് ഹിഗിൻസ് മെയ്ഡിനോട് പറയും ഗോ ആൻഡ് ഹൈഡ് എലൈസ. ഹിഗിൻസ് മേളിൽ പോയി എലൈസയെ നോക്കുമ്പോൾ എലൈസ അവിടെ ഇല്ല എന്ന് മനസ്സിലാവും. അവൻ താഴെ വന്നിട്ട് അമ്മയോട് പറയും എലൈസ ഹാസ് റൺ അവേ. അപ്പം അമ്മ പറയും നോ ഷീ ഹാസ് ഓൾ ദ റൈറ്റ് ടു ലീവ് ബിക്കോസ് യു ആർ നോട്ട് ട്രീറ്റിംഗ് ഹർ വെൽ, സോ ഷീ ഹാസ് ഓൾ ദ റൈറ്റ് ടു ലീവ്. ദിസ് ഈസ് ഹർ വിഷ് ഓൺലി. ഓക്കെ, പോലീസ് വന്നു കഴിയുമ്പോൾ പോലീസിനോട് അത് പിക്കറിങ് പറയാണ് ഷീ ഈസ് നോട്ട് ഹിയർ, ഷീ മൈറ്റ് ഹാവ് ഗോൺ ഫ്രം ഹിയർ. ഓക്കെ, അപ്പോഴാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നത്, മിസ്റ്റർ ഡൂലിറ്റിൽ. മിസ്റ്റർ ഡൂലിറ്റിൽ ഇപ്രാവശ്യം വരുമ്പോൾ ഒരു വലിയ ട്വിസ്റ്റുമായിട്ടാണ് വരുന്നത് ആക്ച്വലി. കാരണം ദ ബാക്ക്ഗ്രൗണ്ട് ദർ വാസ് സംതിങ് ഹാപ്പൻഡ്. മിസ്റ്റർ ഡൂലിറ്റിനെ ഹിഗിൻസ് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അമേരിക്കൻ മാൻ നെയ്മഡ് എസ്രാ വെനഫെൽ എന്ന് പറയുന്ന ആൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ പരിചയപ്പെടുത്തി ഫണ്ടിന് വേണ്ടിയിട്ട് അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഒറിജിനൽ മോറലിസ്റ്റ് എന്ന രീതിയിലാണ് മിസ്റ്റർ ഡൂലിറ്റിനെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വെനഫെലനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ഫൗണ്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ എ സൊസൈറ്റി കോൾഡ് മോറൽ റിഫോർമേഷൻ സൊസൈറ്റീസ് അക്രോസ് ദ വേൾഡ്. സോ ഈ ഒരു ഡയലോഗ് കേട്ട് കഴിയുമ്പോൾ he actually mistakenly take Mr. Doolittle as a real moralist, and Mr. Warnefeller അദ്ദേഹത്തിന്റെ വില്ലിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി മിസ്റ്റർ ഡൂലിറ്റിന്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. സോ ഡൂലിറ്റിൽ അത് റിയലൈസ് ചെയ്യുന്നു. ഡൂലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ഫോർച്യൂൺ, ഇറ്റ് ഹാസ് ബിക്കം സംതിങ് ലൈക്ക് എ ട്രബിൾ ഫോർ ഹിം. That we'll find what is the trouble. Mr. Doolittle is angry at having been turned into a somewhat wealthy gentleman. He says his new money has brought him nothing but worries and problems, and tells Higgins that now he needs to be taught how to speak proper English. Mrs. Higgins tells Mr. Doolittle that he can care for Eliza now, but Higgins wants to keep Eliza at house. Mrs. Higgins calls Higgins and Pickering for how they are treating Eliza and reveals that Eliza is actually upstairs. Mrs. Higgins calls Eliza down. She is very polite to Pickering and Higgins. So ഡുലിറ്റിലിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡുലിറ്റിലിന് ജെന്റിൽമാന്റെ മണി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബർഡൻ ഫോർ ഹിം. കാരണം അത് പറയുന്നത് വിത്ത് ദ മണി എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഹാസ് കം ടു ഹിം. സോ ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു സ്പീച്ച് ഇപ്പം മോറൽ സൊസൈറ്റിയിൽ സ്പീച്ച് അവതരിപ്പിക്കേണ്ടതുണ്ട്. സോ ഹി ഹാസ് കം ടു ഹിയർ ഇൻ ഓർഡർ ടു ടേക്ക് ക്ലാസ്സസ് ഫ്രം ഹിഗിൻസ്, സ്പീച്ച് ക്ലാസ്സസ് ഫ്രം ഹിഗിൻസ്. പക്ഷേ മിസ്സിസ് ഹിഗിൻസ് പറയാണ് നോ യു ടേക്ക് യുവർ ഡോട്ടർ ആൻഡ് ഗോ, പക്ഷേ എലൈസയെ എടുത്തിട്ട് നിങ്ങൾ പോകുമെന്ന് പറയുന്നു. പക്ഷേ ഹിഗിൻസിന്റെ പ്ലാൻ അനുസരിച്ച് ഹിഗിൻ ഡസന്റ് വാണ്ട് ടു ആക്ച്വലി ലീവ് എലൈസ. അപ്പോ മിസ്സിസ് ഹിഗിൻസിനെ പിക്കറിങ്ങിനും സ്കോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് യുവർ വേ ഓഫ് ട്രീറ്റിംഗ് എലൈസ ഈസ് വെരി 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 മീൻ ആക്ച്വലി.
Um, and Mrs. Higgins calls Eliza. അപ്പോഴാണ് ഹിഗിൻസ് പറയും, മിസ്സിസ് ഹിഗിൻസ് പറയുന്നത്, Eliza hasn't run away. She is there upstairs. And she comes down and she speaks very politely. Pickering is nice to Eliza, but Higgins is angry and rude to her, ordering her to come back to his house. Eliza thanks Pickering for teaching her good manners by example and telling him that her transformation was really spurred on by which when he called her Miss Doolittle. Once Eliza says that she has completely forgotten her old ways of speaking and behaving. Higgins, though, thinks that she will return to her lower class habits within weeks. Eliza finally sees her father and is shocked to hear that he is going to get married to her stepmother. He asks Eliza to come to his wedding. Mrs. Higgins, Eliza, and Pickering are preparing to go for the wedding. Higgins and Eliza are left alone in the room. Eliza says that Higgins only wants her to do chorus and errands for him. Higgins says that he cannot change his rude manners towards her because he cannot change his nature. So ഇതിനകത്ത് ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു പാർട്ടിൽ. ഇവിടെ മെയിൻ ആയിട്ടും ഹിഗിൻസ് എലൈസയോട് വീണ്ടും തിരിച്ച് തന്റെ കൂട്ടത്തിൽ വരാൻ പറയുന്ന ഒരു പാർട്ടാണ്, ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് എലൈസയും പിക്കറിങ്ങും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്. ലൈക്ക് എലൈസയ്ക്ക് പിക്കറിങ്ങിനോട് വളരെ ഒരു കൈൻഡ് ഓഫ് അഫിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്മിറേഷൻ ഉണ്ട്. ബിക്കോസ് അത് അവർ തുറന്നു പറയുന്നുണ്ട്, എലൈസ പറയുന്നുണ്ട്. അതായത് പിക്കറിങ് വളരെ ഗുഡ് മാനേഡ് ആയിട്ടുള്ള ആളാണ്, ഞാൻ ഗുഡ് മാനേഴ്സ് പഠിച്ചത് പിക്കറിങ്ങിൽ നിന്നാണ്. അതുപോലെ തന്നെ പിക്കറിങ് ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കോൾ ഹർ മിസ് ഡൂലിറ്റിൽ. ആ ഒരു ക്ലാസ് ടൈറ്റിൽ ഉപയോഗിച്ച് ആദ്യമായിട്ട് അവരെ അഡ്രസ് ചെയ്തത് പിക്കറിങ് ആണ്. സോ അതൊരു എന്റെ മാറ്റത്തിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബിഗിനിങ് എന്ന് പറയുന്നത് അതായിരുന്നു എന്നൊക്കെ പറഞ്ഞ എലൈസ ആ ഒരു അഡ്മിറേഷൻ പറയുന്നുണ്ട്. എലൈസ പറയാണ്, ഐ ഹാവ് കംപ്ലീറ്റ്ലി ഫൊഗോട്ടൻ ഹർ ഓൾഡ്. ഞാൻ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു എന്ന് എലൈസ പറയുന്നു. പക്ഷെ പിക്കറിങ് ആ സമയത്ത് പറയുന്നു, നോ, ഷീ മൈറ്റ് ബി ഗോയിങ് ബാക്ക് ടു ഹർ വാട്ട് എവർ തിങ് ഷീ വാസ്, അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഹാബിറ്റിലേക്ക് തിരിച്ചു പോകാൻ ഈവൻ വിത്തിൻ വീക്സിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഹിഗിൻസ് അവിടെ അസ്യൂം ചെയ്യുവാണ്. അപ്പോഴാണ് എലൈസ ഡുലിറ്റിലിനെ കാണുന്നത്, മിസ്റ്റർ ഡുലിറ്റിലിനെ കാണുന്നത്. സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് മറ്റേ ഒരു പുതിയ ന്യൂസും ഡുലിറ്റിൽ പറയുന്നത്, അതായത് ഹീസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ടു എലൈസ സ്റ്റെപ്പ് മദർ. അവരെ വെഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അവരെല്ലാരും വെഡിങ്ങിന് പോകാൻ തയ്യാറാകുന്നുണ്ട്. പ്രിപ്പയറിംഗ് ടു ഗോ. ആ ഒരു സമയത്ത് എലൈസയും ഹിഗിൻസും മാത്രം റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഒരു സീൻ വരുന്നുണ്ട്. അപ്പോഴാണ് എലൈസ പറയുന്നത്, ഹിഗിൻസ് എന്നെ വിളിക്കുന്നത്, താങ്കൾ എന്നെ വിളിക്കുന്നത് ശരിക്കും നിങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്യാനായിട്ടാണ്. ഹോം കൈൻഡ് ഓഫ് ലൈക്ക് ടേക്കിംഗ് കെയർ ഓഫ് ദ ഹൗസ്. പക്ഷെ ഹിഗിൻസ് വീണ്ടും ഇൻസിസ്റ്റ് ചെയ്യുവാണ്, ലൈക്ക് you should come with me. I am like this. I am very rude. I cannot change my manners. You better come with me. അതാണ് ഹിഗിൻസ് പറയുന്നത്. So he explains that he is rude to everyone, not just to her, as a Pickering is polite to everyone. He claims that it is not important to have good or bad manners, but simply to behave the same way towards everyone, regardless of class. Eliza is still reluctant to go back to Higgins' house. She says that she is a slave despite her expensive clothes. Higgins offers to adopt Eliza or marry her to Pickering, but Eliza wants to marry Freddie Ainsford, which irritates Higgins. So Higgins ഒരു lecture തന്നെ കൊടുക്കുന്നുണ്ട്. Higgins പറയുന്നത്, I am not a class conscious person. I am what I am. I will always behave to everyone irrespective of class in the same manner, just like Pickering is polite to everyone. So എന്റെ മാനേഴ്സിനെ നിങ്ങൾക്ക് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഐ എം വെരി ഒറിജിനൽ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ഐ എം ഒറിജിനൽ. ഐ ഡു ഫോളോ മൈ ഇൻസ്റ്റിങ്സ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും എലൈസ റിലക്റ്റന്റ് ആണ് ഹിഗിൻസിന്റെ കൂടെ പോവാൻ. അവർ പറയുന്നത്, ഐ വിൽ ബി ലൈക്ക് എ സ്ലേവ്. അവിടെ ഒരു എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഉണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും, ഐ വിൽ ബി ലൈക്ക് എ സ്ലേവ് ദെയർ ബീയിങ് വിത്ത് യു. അപ്പൊ ഹിഗിൻസ് പറയണം, ഐ ഓഫർ യു to adopt you either, or I will get married to Pickering. പക്ഷെ എലൈസയ്ക്ക് ആക്ച്വലി പറയുന്നു, എലൈസ, I don't want to get married to Pickering, rather I would like to have a Freddie Ainsford Hills. ഇത് ശരിക്കും ഹിഗിൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എലൈസ is still angry with Higgins and tells him that all she wants is some kindness from him. She then says that if she cannot have kindness for him, she will leave her independence. She will have her independence. She tells Higgins that she will become a teacher of fanatics, stealing everything she has learned from him in order to take his clients. Higgins is suddenly impressed by Eliza's strength and confidence. Mrs. Higgins comes to take Eliza to the wedding. As she leaves, Higgins tells Eliza to buy him something, and Eliza tells him to do it by himself. The play ends with Higgins alone in the room, confident that Eliza do the errands for her.
സോ ഫൈനൽ പാർട്ടിൽ നമ്മൾ കാണുന്ന ഈ ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ്. അവർ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ എലൈസ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് യു ഹാവ് ടു, ഞാൻ ആകെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കൈൻഡ്നസ് മാത്രമാണ്. ഇഫ് യു ആർ നോട്ട് കൈൻഡ് ഇനഫ് ടു മീ, ഐ വിൽ ടേക്ക് മൈ ഇൻഡിപെൻഡൻസ്, ദാറ്റ് മീൻസ് ഐ വിൽ ലീവ് യു. ഓക്കെ, അതിനുശേഷം എലൈസ പറയുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ പോവുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് ഓൾ യുവർ, ഐ നോ യുവർ ഫോണറ്റിക് ലെസൺസ്, സോ ഐ വിൽ ബി എ ടീച്ചർ, ഐ വിൽ സ്റ്റീൽ ഓൾ യുവർ ടെക്നിക്സ് ആൻഡ് ഐ വിൽ ടീച്ച് ദം, ഐ വിൽ ടീച്ച് ദം ടു മൈ ക്ലയൻസ്. ഇത് കേൾക്കുമ്പോൾ ഹിഗിൻസിന് ആക്ച്വലി ഒരു വിഷമമല്ല വരുന്നത്, മറിച്ച് ഹിഗിൻസ് തിങ്സ് ദാറ്റ് ലൈക്ക് ഷീ ഹാസ് ബിക്കം വെരി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആൻഡ് കോൺഫിഡന്റ്. ഇത് ഹിഗിൻസിനെ ശരിക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മിസ്സിസ് ഹിഗിൻസ് വന്നിട്ട് എലൈസയും കൂട്ടി വെഡിങ്ങിന് പോവാണ്. ദേ ലീവ്. അപ്പോ അവർ പോകുന്ന വഴിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഹിഗിൻസ് പറയുന്നത് യു ബൈ സംതിങ് ഫോർ മീ എന്ന് പറയുമ്പോഴത്തേക്ക് എലൈസ പറയും നോ, യു ഡു ഇറ്റ് ബൈ സെൽഫ്. പ്ലേയുടെ അവസാനം ശരിക്കും അവര് കല്യാണത്തിന് പോവാണ്. അപ്പൊ ഹിഗിൻസ് ചിന്തിക്കുവാണ് ലൈക്ക് ഷീ വോണ്ട് ലീവ് ഹിം, ഷീ വിൽ കം ബാക്ക് ടു ഹിം ആഫ്റ്റർ ദിസ് മാരേജ്. ഇങ്ങനെയാണ് ഈ പ്ലേ ശരിക്കും അവസാനിക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ ഇതിനകത്ത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. സമ്മറി പറഞ്ഞ പറഞ്ഞേ എലൈസ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. ആദ്യം ഒരു ഫ്ലവർ ഗേൾ ആയിട്ടാണ് അവർ ആക്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പല പേരുകളിൽ അവർ എലിസ, മിസ് ലൂലിറ്റ്, എലൈസ, പല പേരുകളിൽ അവരെ അറിയപ്പെടുന്നുണ്ട്. അവരാണ് ശരിക്കും ഹിഗിൻസിന്റെയും പിക്കറിങ്ങിന്റെയും എക്സ്പെരിമെന്റ് സബ്ജക്ട് ഓഫ് എക്സ്പെരിമെന്റ്. ഷീ ഈസ് നോട്ട് ഫോർമലി എഡ്യൂക്കേറ്റഡ്, പക്ഷെ ക്യൂക്ക് വിറ്റഡ് ആണ്, സ്ട്രോങ് ക്യാരക്ടർ ആണ്, വിൽ പവർ ഉള്ള ക്യാരക്ടർ ആണ്. Okay, in 5 Act, she insists that she really has changed and cannot go back to her old ways of behaving, speaking through Higgins thinks otherwise. രണ്ടാമത്തെ ക്യാരക്ടർ ഹെൻറി ഹിഗിൻസ് ആണ്. ഹിഗിൻസ് is a brilliant linguist who studies phonetics and documents different dialectics and ways of speaking. ആദ്യത്തെ ആക്ടിൽ തന്നെ ഹിഗിൻസ് വരുന്നുണ്ട്. ഹിഗിൻസിന്റെ പ്രധാന കഴിവ് എന്ന് പറയുന്നത് ആക്സെന്റ് നോക്കിയിട്ട് ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുക എന്നുള്ളതാണ്. അദ്ദേഹം ഭയങ്കര ഒരു ആർഡന്റ് ലേണർ ആണ്. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റിൽ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഒട്ടും എംപത്തറ്റിക് അല്ല. ഇമോഷൻസ് ഒക്കെ വളരെ വളരെ റൂഡായിട്ടുള്ള ഇമോഷൻസ് ആണ്. പിക്കറിംഗ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹിഗിൻസ് ആണ്. ജെന്റിൽമാൻ ആണ്, കേണൽ ആണ്, ഈസ് എൻ അക്കാഡമിക്, ഈസ് ഓൾസോ ലിംഗ്വിസ്റ്റ്. ഡയലക്ടിക്സ്, ഇന്ത്യൻ ഡയലക്ടിക്സ് പഠിക്കുകയാണ്, സ്റ്റഡീസ് ഇന്ത്യൻ ഡയലക്ടിക്സ്. അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. വളരെ ജെന്റിൽ ആണ്, വെൽ മാനേർഡ് ആണ്. ഓക്കെ, while he gives Higgins idea of bet, he treats Eliza kindly and considers feelings. എലൈസയോട് വളരെ ജെന്റിൽ ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് ശരിക്കും പിക്കറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി അദ്ദേഹം അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് എലൈസയോട് ഫോർ മേക്കിംഗ് ഹെർ an object for their bet. അടുത്ത ക്യാരക്ടർ ക്ലാര ഐൻസ്ഫോർഡ് ഹിൽസ് ആണ്. നമുക്കറിയാം വെൽത്തി ഫാമിലി ലേഡി, ഹൈ ക്ലാസ് ലേഡിയാണ്. she represents actually the higher class. Freddie Ainsford Hills മോൻ, Clara Ainsford Hills actually daughter ആണ് മിസ്സിസ് Ainsford Hillsന്റെ. Freddie മകനാണ് മിസ്സിസ് Ainsford Hillsന്റെ. He has a kind of a affection for her, for Eliza. ആൽഫ്രഡ് ലുലിജില് എലൈസയുടെ ഫാദർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയ അദ്ദേഹത്തെ കുറിച്ചുള്ളത്. ഡ്രങ്കഡ് ആണ്. Recently became famous, rich. മിസ്സിസ് ഹിഗിൻസ് വളരെ വളരെ ഗുഡ് ക്യാരക്ടർ ആണ്, വെൽത്തി ആണ്, പക്ഷെ ഷീ ഈസ് എ ഗുഡ് മാനേർഡ്, വെരി പൊളൈറ്റ്, and she is taking good care of, she is more considerate about Eliza's feelings. Esra de Vanafella, a wealthy American who offers money to Mr. Doolittle. Mrs. Pierce, Higgins in a housekeeper ആണ്. He also, she is also actually very considerate about Eliza. തീംസിലേക്ക് വരുമ്പോൾ language and speech. Shaw Place explores aspects of language in variety of ways. Higgins and Pickering study linguistics and phonetics, taking notes of how people. Language വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ഇൻ ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ക്ലാസ്സിനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹിഗിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ പറയുന്നത് ഐ ക്യാൻ ഐഡന്റിഫൈ പീപ്പിൾ ബൈ ദ വേ യു സ്പീക്ക്, വെദർ യു ബിലോങ് ടു പർട്ടിക്കുലർ ക്ലാസ് അല്ലെങ്കിൽ വിച്ച് പ്ലേസ് യു ബിലോങ്ങിങ് ടു. ലാംഗ്വേജും സോഷ്യൽ ക്ലാസ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ, സൊഫസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് പാരലൽസ് ടു ദിസ് ഹൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു ക്രോസ് ഓവറിനെ കുറിച്ചും ഇതിനകത്ത് വളരെ, അതായത് ക്ലാസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണെന്ന് മാത്രം, ഒരു അംബീഷ്യസ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് മാത്രം എന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്രിറ്റിസിസം ആണ് ഇവിടെ അദ്ദേഹം ആക്ച്വലി
പ്രപ്പോസ് ചെയ്യുന്നത്. ബൈ ചേഞ്ചിങ് ഹർ ഹാബിറ്റ്സ് ഓഫ് സ്പീച്ച് എലൈസ ഇസ് ഏബിൾ ടു ഫൂൾ പീപ്പിൾ ഇൻ ടു തിങ്കിങ് ദാറ്റ് ഷീ ഈസ് ഫ്രം അപ്പർ ക്ലാസ്. ഐ മീൻ അതൊരു പ്രിട്ടൻഷൻ ആണ് ബേസിക്കലി, ക്ലാസ്സും ലാംഗ്വേജും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സും ലാംഗ്വേജും തമ്മിൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പിയറൻസ് ആൻഡ് ഐഡന്റിറ്റി, രണ്ട് കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പിയറൻസ് അല്ല ഐഡന്റിറ്റി. അപ്പിയറൻസ് നോക്കിയിട്ട് ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ സെറ്റാരിക്കലി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈ ക്ലാസ് മോറലിസ്റ്റുകൾ എപ്പോഴും അപ്പിയറൻസ് നോക്കിയാണ് ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. Style comes by nature to people in their position. Somewhat similarly, at the end of the play, Higgins tells Eliza that he cannot change his nature. I mean, നേച്ചറിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സോഷ്യൽ ക്ലാസ് ആൻഡ് മാനേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. റിട്ടൺ 20th സെഞ്ചുറി വിക്ടോറിയൻ സൊസൈറ്റിയുടെ എക്സ്ട്രാക്ട്സ് ആണ് ഈ കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നത്. ഹൈ ക്ലാസും ലോ ക്ലാസും തമ്മിലുള്ള വ്യത്യാസം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്യാരക്ടേഴ്സിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫെമിനിറ്റി ആൻഡ് ജെൻഡർ റോൾ, മിത്ത് ഓഫ് പിഗ്മാലിയൻ എന്നാണ് ഈ പേരെടുത്തിരിക്കുന്നത് ശരിക്കും. ഇൻ ദി സ്റ്റോറി പിഗ്മാലിയൻ scorns all the women around him and makes a sculpture of his ideal women. The sculpture is so beautiful that he falls in love with it and it comes to life. By titling his play after the story, calls attention to the question of femininity and gender. Actually ഒരു കൈൻഡ് ഓഫ് പിഗ്മാലിയൻ എന്ന് പറയുന്ന മിത്തിൽ നിന്നുമാണ് ശരിക്കും പിഗ്മാലിയൻ എന്ന ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമനും ആണ് ശരിക്കും അതിലും ഡിസ്കസ് ചെയ്യുന്നത്. സെയിം പോലെ തന്നെ അതിലൊരു സ്കൾപ്ചർ ആണെങ്കിൽ ഇവിടെ ഹിഗിൻസ് ഈസ് ആക്ച്വലി ഡെവലപ്പിംഗ് എ കൈൻഡ് ഓഫ് അഫിനിറ്റി വിത്ത് ടുവേർഡ്സ് ഡുലിറ്റിൽ ആഫ്റ്റർ he experiments with her. I mean, the artist is Higgins here, the art is actually Eliza. So that comparison is very significant. കുറച്ച് ഡയലോഗ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ്. കോപ്പേഴ്സ് നാക്ക് എന്ന് പറയുന്ന പോലീസ് ഇൻഫോമർ പറയുന്നു, such a depressing and distinguishing sound has no right to be anywhere, no right to live. ഹിഗിൻസ് എലൈസയോട് പറയുന്നതാണ്. A student of Indian dialectic, Colonel Pickering ആണ്. Pickering marvels at Higgins' ability to hear 130 distinct vowel sounds. The bet is that Eliza to be നമ്മൾ പറഞ്ഞു. മിസ്സിസ് ഡുലിറ്റിൽ എന്നാദ്യം വിളിക്കുന്നത് കേണൽ പിക്കറിംഗ് ആണ്. എന്താണ് വാട്ട് ഡിഡ് ഹിഗിൻസ് ഓഫർ Eliza to stay? ചോക്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത് അദ്ദേഹം എലൈസയെ സ്റ്റേ ബൈ ചെയ്യാനായിട്ട്. He tells Eliza that when she learns to speak better, she will ride taxis all around town. Women upset everything. അത് ഹിഗിൻസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. Women upset everything. Mr. Doolittle says that he is needy and says that middle class morality is just an excuse for never giving me anything. ആ ഒരു സിഗ്നിഫിക്കന്റ് ആൻഡ് ഫണ്ണി ആയിട്ട് ഡയലോഗാണ്. എലൈസയുടെ ഡ്രസ് കൈൻഡ് ഓഫ് എലഗന്റ് കിമോണോ ആണ്. ഷീ മേക്സ് എ മിസ്റ്റേക്ക് ഓഫ് ടേക്കിംഗ്. ഓക്കെ, എലൈസയുടെ പ്രശ്നം, ഐ മീൻ ഷീ സപ്പോസ് ടു she was not supposed to speak about foul things at that conversation at Mrs. Higgins' place. The most absorbing experience I ever tackled. Higgins എലൈസയെ കുറിച്ച് പറയുന്നതാണ്. എ വെൽത്തി അമേരിക്കൻ. ഓക്കെ, വാനഫെലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്ലാരയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത് ലാസ്റ്റ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി പിഗ്മാലിയൻ എന്ന് പറയുന്ന പ്ലേയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻ ആയിട്ടും സ്റ്റോറീസും അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക, ഈ കുറച്ച് ഡയലോഗ്സ് ഓർത്തിരിക്കുക. That's it. Okay, all the best then guys.